ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ക്രിസ്മസിന് വേണ്ടിയുള്ള നല്ല സ്പെഷ്യൽ റെസിപ്പീസൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. കേക്കിൻ്റെ ആയാലും പുഡിങ്ങിൻ്റെ ആയാലും നല്ല വട്ടയപ്പത്തിൻ്റെ ആയാലും. അതുപോലെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ചിക്കൻ്റെ നല്ലൊരു റോസ്റ്റാണ്. ശരിക്കും നാടൻ രീതിയിലുള്ള റോസ്റ്റ് അല്ല, നാടനെന്നും പറയാൻ പറ്റത്തില്ല, വെസ്റ്റേൺ എന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ സ്വാദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കോഴിയുടെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് 1.25 കിലോ ഉള്ള ഒരു കോഴിയുടെ കണക്കാക്കിയാണ് ഞാൻ എല്ലാ അളവുകളും പറയുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് എടുക്കുന്നത് ഒരു പിടി മല്ലിയിലയും, ഒരു വലിയ പച്ചമുളകും, വലിയൊരു സവാളയുടെ പകുതിയും, ഒരു വലിയൊരു ടൊമാറ്റോയുടെ പകുതിയും, 1 ടേബിൾ സ്പൂൺ വലിയ പുളിയില്ലാത്ത തൈരും, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 3/4 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ ഉപ്പ് 1/4 ടീസ്പൂണ്. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഈ മിക്സി ജാറിലോട്ട് എടുത്തിട്ട് ഇച്ചിരി പോലും വെള്ളം തൊടാതെ നന്നായിട്ട് അരയ്ക്കണേ. തീരെ അങ്ങ് കറങ്ങുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ടേബിൾ സ്പൂണോ മാക്സിമം 2 ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മുടെ ചിക്കനകത്തെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് വിനാഗിരിയും ഉപ്പും ഒക്കെ ചേർത്ത്, അല്ലെങ്കിൽ നാരങ്ങാനീരും ചേർത്ത് നന്നായിട്ട് കഴുകി മീൻ വരയുന്നത് പോലെ കാലിലും നെഞ്ചത്തും പുറത്തും ഒക്കെ നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി പോലും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്ന് ആ ഒരു അരപ്പ്, കുറച്ച് നാരങ്ങയാണ് ഇപ്പം ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നത് കേട്ടോ. ഒരു മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഈ അരപ്പ് ഈ ചിക്കൻ്റെ ഉള്ളിലും എല്ലാ ഭാഗത്തും, കാലിലും, കഴുത്ത്, നെഞ്ചുഭാഗം, പുറത്തെല്ലാം, പ്രത്യേകിച്ചും വരഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തോട്ടൊക്കെ നന്നായിട്ട് ഒന്ന് പുരട്ടണേ. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ തേച്ച് കഴിഞ്ഞു ചിക്കനിൽ. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ക്ലിംഗ് ഫിലിം കൊണ്ടോ അലൂമിനിയം ഫോയിൽ കൊണ്ടോ മൂടിയിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കണം. ഒരു 3-4 മണിക്കൂറെങ്കിലും മിനിമം വെക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലോട്ട് വെച്ചിരിക്കുകയായിരുന്നു, ഫ്രീസറിലല്ല, താഴെയായിട്ട് വെച്ചിരിക്കുകയായിരുന്നേ. ഇപ്പം ഞാൻ നൂല് ഒരു 4-5 പിണിയായിട്ട് ഇച്ചിരി കട്ടിയായിട്ട് എടുത്തിട്ട് ആ കോഴിയുടെ കാല് രണ്ടും ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുകയാണേ. ഇനി നമ്മൾ ഇത് പ്രഷർ കുക്കറിലല്ലേ കുക്ക് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ചൂടടിക്കുമ്പോൾ എഴുന്നേറ്റ് ഓടരുതല്ലോ, അതുകൊണ്ട് കാല് രണ്ടും ഒന്ന് കൂട്ടി കെട്ടി കൊടുത്തേക്കാമേ. ഇനിയിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് കേട്ടോ. അതിലോട്ട് ഞാനൊരു 1/4 കപ്പ് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാമേ. ഈ ചിക്കന് അടപ്പൊക്കെ അടച്ച് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 15-20 മിനിറ്റ്, ഇതിപ്പോൾ ഒരു ഇച്ചിരി വലിയ കോഴി ആയതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ് വേണ്ടി വരുവേ. ഇപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊരു ഓപ്പോസിറ്റ് സൈഡിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. വളരെ ചെറിയ കോഴിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ ഇതൊരു ഇച്ചിരി വലുതല്ലേ, എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1.25 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തിരിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വെയിറ്റ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റോടെ ഒന്ന് കുക്ക് ചെയ്യുകയാണേ. അപ്പം മൊത്തം ഞാൻ എടുത്തത് ആദ്യത്തെ ആ ഒരു 5 മിനിറ്റും പിന്നെ ഒരു 20 മിനിറ്റും കൂടെയാണ് ചെയ്തത്. അപ്പം 25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രഷർ കുക്കറിൽ നിന്ന് ചിക്കനൊക്കെ പുറത്തെടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട്, വലിയൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് വീണ്ടും ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ഇത് 4 സൈഡും തിരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. എൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ആ കാല് കെട്ടിക്കൊടുത്തത് ഞാൻ തമാശയായിട്ട് പറഞ്ഞാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ കാല് കെട്ടിക്കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഈ കോഴി വെന്ത് വരുമ്പോഴത്തേക്കും അതങ്ങ് വിട്ടുപോയിട്ട് ആ ചിക്കൻ്റെ ആ ഒരു ഇരിക്കുന്നതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും കേട്ടോ. ഇപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനലും എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ക്രിസ്മസ് റെസിപ്പീസ് മാത്രമല്ല ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്കതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ. ഇപ്പം നമ്മുടെ ചിക്കന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കുറച്ച് കരിഞ്ഞ അരപ്പ് പോലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അതെടുത്ത് അങ്ങ് മാറ്റണേ. എന്നിട്ട് എണ്ണ കളയേണ്ട, ആ എണ്ണയിൽ തന്നെ നമുക്കിനിയും കുറച്ച് കാര്യങ്ങൾ വഴറ്റാനുണ്ട്. ആ എണ്ണയിലോട്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 2-3 തണ്ട് കറിവേപ്പിലയാണ്. അത് കഴിഞ്ഞിട്ട് വലിയ 2 പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും 4 മീഡിയം വലിപ്പത്തിലുള്ള സവാളയുള്ളി 4ആയിട്ട് മുറിച്ചിട്ട് കനം കുറച്ച് അരിഞ്ഞതും കൂടെ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റണേ. പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാളയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ അതിനകത്തോട്ട് ഇനിയും ചേർക്കാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത്.
ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും പിന്നെ ഇനി നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ളത് സാമാന്യം വലിപ്പമുള്ള ഒരു ടൊമാറ്റോ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണേ. ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് പെട്ടെന്ന് വഴലാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി കൊടുത്താൽ മതി കേട്ടോ. മൂടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് വീണ്ടും മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടുമേ. ഇനിയിപ്പോൾ അതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കുകയാണ്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് 3/4 ടേബിൾ സ്പൂണ്. 1 ടീസ്പൂൺ ലെവലായിട്ട് ഗരം മസാലയും 1 ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടിയും 3/4 ടീസ്പൂണ് അല്ലെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ്. ഞാൻ ആദ്യം ചേർത്തതും കാശ്മീരി മുളക് പൊടി തന്നെയാണ് കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കുറവേ ചേർക്കാവുള്ളേ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പൊടി കരിഞ്ഞു പോകാതെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇച്ചിരി ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ ചിക്കൻ വേവിച്ചപ്പം അതിനകത്തുനിന്ന് ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവും എണ്ണയും എല്ലാം കൂടെ ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് എണ്ണയും കൂടെ കൂട്ടി കുറച്ച് ഇങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക്, അതായത് ഒരു 2-3 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ വഴന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറിയ ക്യൂബ്സായിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. വഴറ്റാനും ഒന്നും നിൽക്കണ്ട, അത് പെട്ടെന്ന് അങ്ങ് വെന്തോളുമല്ലോ. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ്. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇത് രണ്ടും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് ആ അരപ്പിൻ്റെ നടുഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് പിന്നെ നമ്മളുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, അതിന് നടുക്കോട്ട് വെച്ചിട്ട് ഈ അരപ്പ് കൊണ്ട് ആ ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുക്ക് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു എണ്ണയും വെള്ളവും ഒക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ മേലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ അരപ്പ് കുറച്ചുകൂടി ഒന്ന് ലൂസാവും. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ അരപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് കോരി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമ്മൾ ഇങ്ങനെയൊന്ന് കുക്ക് ചെയ്തിട്ട് ഒരു പിടി മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലോട്ടിട്ട് വീണ്ടും എല്ലാ സൈഡിലോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ കോഴിയുടെ ചിറക് കാലമൊക്കെ ഒന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് ചെയ്യാവുന്നത് 2 സ്പാച്ചുല കൂട്ടി പിടിച്ചിട്ട് ആ ചിക്കനെ ഓരോ സൈഡിലോട്ടും തിരിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ശരിക്കും നാടൻ ചിക്കനാണെന്നും പറയാൻ പറ്റത്തില്ല, വെസ്റ്റേൺ സ്റ്റൈലാണെന്നും പറയത്തില്ല. പക്ഷേ മല്ലിയില, സോയാ സോസ്, പിന്നെ ക്യാപ്സിക്കം, ടൊമാറ്റോ സോസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നാടനും വെസ്റ്റേണും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 1.5 ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്നും ട്രൈ ചെയ്യാതിരിക്കില്ലേ. ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത് കുബൂസ്, പൊറോട്ട, ബ്രെഡ്, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇപ്പം മല്ലിയിലയും കൂടെ ഇട്ട് ആ ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് ഗ്രേവി ആക്കരുതേ. ആ ചാറ് കുറച്ചുണ്ടെന്നുണ്ടെങ്കിലും അതങ്ങനെ പറ്റിയിട്ട് അതിനകത്ത് കിടന്ന് വറ്റി നല്ല കുറുകിയിരിക്കുമ്പോഴാണ് ആ ഗ്രേവിയുടെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. ആ ചിക്കൻ്റെ സൈഡിലും മുകളിലുമൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആ ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. ഇപ്പം ഞാൻ 2 കുബൂസ് എടുത്തിട്ടുണ്ട്, 1 പീസ് ചിക്കനും എടുത്തിട്ടുണ്ട്. നിങ്ങളെ ഒന്ന് അടുത്ത് കാണിക്കാമേ. നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കൂടി ഒന്ന് കൊതിപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമില്ല. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്